ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2025 ജൂലൈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് ടൈമുകളാണ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരിയിലാണ്. ജാനുവരി 18 നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വന്ന കാര്യങ്ങൾ എല്ലാവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. പലരും അസൈൻമെന്റ് എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അസൈൻമെന്റ് എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് എഴുതി തുടങ്ങിക്കോളൂ. കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെം റിസൾട്ട് വന്നപ്പോൾ പല സ്റ്റുഡൻസിനും അസൈൻമെന്റിന്റെ മാർക്ക് ആഡ് ചെയ്യാതെയും അത് അവരുടെ പരീക്ഷ, അതായത് എക്സാം മാർക്കിനെയും ബാധിച്ചിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ഡേറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫൈനോട് കൂടിയോ സൂപ്പർ ഫൈനോട് കൂടിയോ ഒന്നും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം മാർക്സ് വരണം എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അസൈൻമെന്റ് സബ്മിഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരു ഫേസിംഗ് ഷീറ്റ് ആണ്. അപ്പോൾ ഈ ഫേസിംഗ് ഷീറ്റിന്റെ കാര്യം പറയുന്ന സമയത്ത് അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ 1 ഇങ്ങനെയാണ് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റ് ഉണ്ടാവുക. ഇത് 2 പേജുള്ള ഒരു PDF ഫയലായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ 1 ആണെങ്കിൽ നമ്മൾ സെറ്റ് 1 അസൈൻമെന്റിന്റെ മേലെയും, അസൈൻമെന്റ് സബ്മിഷൻ ഫോം നമ്പർ 2 ആണെങ്കിൽ നമ്മൾ സെറ്റ് 2 അസൈൻമെന്റിന്റെ മേലെയുമാണ് നമ്മൾ വെക്കുക. ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പേജ്. അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഈ ഫേസിംഗ് ഷീറ്റ് ആണ്. ഓക്കെ, സോ ഇതൊരു ഈവൺ ആയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഫേസിംഗ് ഷീറ്റുകൾ യൂണിവേഴ്സിറ്റി ഇന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പം ഈ ഫേസിംഗ് ഷീറ്റിൽ നിങ്ങൾ തെറ്റാത്ത കാര്യങ്ങൾ എഴുതണം. അപ്പം നിങ്ങൾക്ക് തെറ്റുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പെൻസിൽ കൊണ്ടൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ പെന്നുകൊണ്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. തെറ്റ് വരുത്തരുത്, സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഈ ഒരു പേജ് ലൂസ് ചെയ്യും. ഓക്കെ, സോ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് പറയുന്നവിടെ നിങ്ങളുടെ പേര് വിത്ത് ഇനീഷ്യൽ കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണോ അഡ്മിഷന്റെ സമയത്ത് കൊടുക്കുക അതുപോലെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു നമ്പറാണ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ. അതിനുശേഷം നെയിം ഓഫ് ദ പ്രോഗ്രാം, നിങ്ങൾ ഏത് കോഴ്സാണ്, BA ഇംഗ്ലീഷ് ആണോ BA സോഷ്യോളജി ആണോ അത് കൊടുക്കുക. പിന്നെ നിങ്ങൾ സെമിസ്റ്റർ ഏത് സെമിസ്റ്റർ ആണ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളത് എഴുതുക. കോഴ്സ് കോഡ്, അതായത് നമ്മൾ സബ്ജക്റ്റിന്റെ കോഡ് ഉണ്ടാവും, ആ കോഡ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ കോഴ്സ് ടൈറ്റിൽ, സബ്ജക്റ്റിന്റെ പേര്, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിന്റെ ഏതെങ്കിലും പേപ്പർ ആണെങ്കിൽ അത് എഴുതുക. ഇനി നെയിം ഓഫ് ദ ലേണർ സപ്പോർട്ട് സെന്റർ, നിങ്ങളുടെ ലേണർ സപ്പോർട്ട് സെന്ററിന്റെ പേര് എഴുതുക. കോളേജുകളുടെ പേരായിരിക്കും, അത് അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സിഗ്നേച്ചർ ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ്, അതായത് നിങ്ങളുടെ സൈന് അതിന്റെ താഴെ ആ ഒരു ഡേറ്റ്, നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന ആ ഡേറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളത്. പിന്നെ അതിന്റെ താഴെ വരുന്നത് ഇവാലുവേറ്റേഴ്സിന് ഫില്ല് ചെയ്യാനാണ്, അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് അസൈൻമെന്റിന്റെ മേലെ ഈ നിങ്ങൾ അസൈൻമെന്റ് എഴുതിയിട്ടുള്ള പേജസിന്റെ മേലെ ഈ ഒരു ഫേസിംഗ് ഷീറ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അസൈൻമെന്റ് സബ്മിഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ ഫേസിംഗ് ഷീറ്റ്. അതും തെറ്റുകൂടാതെ വെക്കുക എന്നുള്ളത്. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇത് പ്രിന്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അസൈൻമെന്റിന്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെന്റ് ഇപ്പോൾ ഓൺലൈൻ ആണ്. അപ്പോൾ ഇതെല്ലാം പ്രിന്റ് എടുത്ത് എല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ട് പിന്നെ നമ്മൾ അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻമെന്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് അതിനെക്കുറിച്ച് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അത്രമാത്രം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. അത് ആരും മറക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്നത്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ആ ഫേസിംഗ് ഷീറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ലേൺ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അസൈൻമെന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് സെം അസൈൻമെന്റുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ലേൺ സ്റ്റോറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.